കേരളത്തിൽ CPM ആണ് ഭരിക്കുന്നത് രണ്ടാം തവണയും. ഭരണത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടി. ഒരു രാഷ്ട്രപതി ഭരണം കേരളത്തിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വരാവുന്ന സാഹചര്യം ഈ പിണറായിയുടെ ഒന്നാം മന്ത്രിസഭ കാലം മുതലേ ഉണ്ട്. കാരണം ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണം കള്ളക്കടത്തിയത് ക്ലിഫ് ഹൗസിൽ വരെ എത്തി എന്ന ആരോപണം വന്ന സമയത്ത് കേന്ദ്ര ഏജൻസികൾ എല്ലാം പല വഴിയിലൂടെ ഒരു വലിയ അന്വേഷണം കൊണ്ടുവരികയും സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലും ചില പ്രതികൾ അറസ്റ്റിലാവുകയൊക്കെ ചെയ്തപ്പം അതിൻ്റെ ആരോപണത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും ഓഫീസിലും എത്തി. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ ആ കേസിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ടു, ജയിൽവാസം അനുഭവിച്ചു. സെക്രട്ടേറിയറ്റിൽ അജ്ഞാത കാരണങ്ങളാൽ തീപിടുത്തം ഉണ്ടായി അല്ലേ, ഫയലുകൾ നശിച്ചു, തെളിവുകൾ പോയി. അങ്ങനെ ഒരു വലിയ വിവാദം നടക്കേ അന്ന് നമുക്ക് തോന്നി ഇതാ ഈ ഗവൺമെൻറ്റിൻ്റെ കഥ കഴിഞ്ഞു എന്ന് ജനങ്ങൾ ധരിച്ചു. കാരണം അത്തരം ഒരു വലിയ വിവാദ ചുഴിയിൽ കേരളത്തിലെ ഒരു ഗവൺമെൻറ്റും അതിനു മുമ്പ് ചെന്ന് പെട്ടിട്ടില്ല. ഇതിനേക്കാൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായപ്പോൾ വലിയ സമര കോലാഹലങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനേക്കാൾ എത്രയോ ചെറിയ സംഭവമാണ് സോളാർ അഴിമതി കേസ്. അതൊരു ഒരു സ്ത്രീയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വലിയ വിവാദമായിരുന്നു. സെക്സ് സ്കാൻഡൽ പോലെയൊക്കെയാണ് രൂപപ്പെട്ടത്. അതിനെപ്പറ്റി ഒരു ജസ്റ്റിസ് അന്വേഷിക്കുകയും ശിവരാജൻ കമ്മീഷനൊക്കെ വരികയൊക്കെ ചെയ്തു. ഇത് അങ്ങനെയൊന്നും വരാതെ വന്നതേ ഇല്ല. എങ്കിലും ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുക. സാമ്പത്തിക കുറ്റം, ഡിപ്ലോമാറ്റിക് റിലേഷനിലുള്ള വിദേശ ബന്ധം സ്ഥാപിക്കാൻ സ്റ്റേറ്റിന് അധികാരമില്ല. അപ്പോൾ പിന്നെ ഗൾഫ് രാഷ്ട്രവുമായിട്ട് കേരളം നയതന്ത്ര ബന്ധം നേരിട്ട് നടത്തുന്നു, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി അറിയാതെ. ഇതൊക്കെ ഗുരുതരമായ കുറ്റങ്ങളായിട്ട് വരാവുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ അന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പിണറായി വിജയനിലേക്ക് കുറ്റത്തിൻ്റെ നീളുകയാണെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി ഏറെക്കാലം പോവില്ല. പക്ഷേ അത് കാലാവധി സ്മൂത്തായിട്ട് ആരോ അദ്ദേഹത്തെ രക്ഷിച്ചു എന്ന് സംശയം തോന്നത്തക്ക വിധത്തിൽ അന്ന് മുതലാണ് ഈ BJPയും CPMും തമ്മിൽ രഹസ്യ ബാന്ധവമുണ്ടെന്ന്. കാരണം അദ്ദേഹത്തെ കേന്ദ്രം രക്ഷിച്ചു എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് UDFൻ്റെ ആരോപണം പോയി. ആ ആരോപണത്തിൽ നിന്നും അവർ പിന്മാറിയിട്ടില്ല. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ കോവിഡ് കാലത്തെ കിറ്റ് വിതരണവും മറ്റ് ജനപ്രീണന സമീപനവും ഒക്കെ കൊണ്ട് ഭാഗ്യത്തിനോ ദൗർഭാഗ്യത്തിനോ പിണറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ കേരളത്തിൽ മുമ്പെങ്ങുമില്ലാത്ത തരത്തിലൊരു CPM തുടർഭരണം വരികയും ചെയ്തു. തുടർഭരണം വന്നിട്ട് പിന്നെ രൂപം കൊണ്ട ഗവൺമെൻറ്റും ഏതെങ്കിലും തരത്തിൽ വിവാദത്തിൽ നിന്നൊഴിഞ്ഞിട്ടുണ്ടോ? തുടക്കം മുതലേ വിവാദമാണ്. ഒരുപാട് തരത്തിലുള്ള കെടുകാര്യസ്ഥത, ദുർഭരണം, അഴിമതി. അതുകൊണ്ട് ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ഒരു ഭരണകൂടത്തിന് ലഭിക്കാവുന്ന എല്ലാ ദുഷ്പേരും സമ്പാദിച്ചു. ജനങ്ങൾക്കാണെങ്കിൽ ഈ ഗവൺമെൻറ്റിൽ നിന്നും യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത തരത്തിൽ നിരാശരുമാണ്. കേരളത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല, പൊറുക്കാൻ പറ്റത്തില്ല എന്ന അവസ്ഥ പോലും സംജാതമായിരിക്കുന്നു. ഇവിടെ പഠിച്ചാൽ ജോലി കിട്ടില്ല. ഇവിടെ ജോലി കിട്ടണമെങ്കിൽ പാർട്ടിയുടെ അനുയായി ആയിരിക്കണം, ഇല്ലെങ്കിൽ അഴിമതിക്ക് കൂട്ടുനിന്ന് പണം ഉണ്ടാക്കി. പാർട്ടിയുടെ അനുയായികൾക്കും ഇപ്പോൾ രക്ഷയില്ല. നവീൻ ബാബു ഉൾപ്പെടെയുള്ളവരെ കൊന്നതാണോ ആത്മഹത്യ ചെയ്താണോ ചോദ്യം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അല്ല, പാർട്ടിയിലെ അനുഭാവികൾ ലോയൽ ഫോളോവേഴ്സും അല്ലാത്തവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു അന്തരാള ഘട്ടത്തിൽ പാർട്ടി തന്നെ പാർട്ടിക്കെതിരാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടും ഈ ഗവൺമെൻറ്റിനെ പറ്റി കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു പരാതിയില്ല. അതുകൊണ്ടാണല്ലോ ഈ BJP CPM ബാന്ധവത്തെക്കുറിച്ച് പിന്നെയും പിന്നെയും ജനങ്ങൾ പറയാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് എൻ്റെ ഈ ഭരണത്തിൻ്റെ ദുശ്ചെയ്തികളിൽ ഒരു കേന്ദ്ര ഇടപെടൽ ഉണ്ടാകേണ്ട സന്ദർഭങ്ങൾ അനേകം കഴിഞ്ഞു. അതുകൊണ്ട് ആ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ ധന്യ ഈ ചോദ്യം തന്നെ ഉന്നയിച്ചത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്?
ഇപ്പോൾ സാമ്പത്തിക കെടുകാര്യസ്ഥത മൂലം ഈ ഗവൺമെൻറ് ഏത് നിമിഷവും തകരാവുന്ന ഒരവസ്ഥയിലാണ്. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാണ്. ഈ കേരളത്തിൻ്റെ വരുമാനത്തിലും സിംഹഭാഗം, വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവഴിക്കപ്പെടുന്ന ഒരവസ്ഥ. അപ്പോൾ കടമെടുത്ത് ആണ് കാര്യങ്ങൾ നടത്തുന്നത്. കടമെടുത്തതിൻ്റെ പലിശ കൊടുക്കാൻ വീണ്ടും കടമെടുക്കുന്ന ദുസ്ഥിതി. ഒരു ലോക ധനകാര്യ സിദ്ധാന്തത്തിന് ഇണങ്ങാത്ത തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളും ധനവിനിയോഗവും നടക്കുകയാണ്. 5,44,000 സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ തന്നെ കടമെടുക്കേണ്ട സ്ഥിതി വരുന്നു. ശമ്പളവും പെൻഷനും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരവ് എൻ്റെ സിംഹഭാഗവും അത് തന്നെ തികയ്ക്കണമെങ്കിൽ കടത്തിൽ നിന്ന് ഉപയോഗിക്കണം. കാരണം വരവിനേക്കാൾ കൂടുതലാണ് ശമ്പളം പെൻഷൻ ബാധ്യത. അങ്ങനെ ഇരിക്കെ അടുത്ത് തന്നെ സർക്കാർ ജീവനക്കാർ സമരം നടത്താൻ പോവുകയാണ്. സർക്കാർ ജീവനക്കാർ എന്തിനാണ് സമരം ചെയ്യുന്നത്? ഞങ്ങളുടെ ശമ്പളം സർക്കാർ കുറച്ചെടുത്തു, സർക്കാർ വളരെ ബുദ്ധിമുട്ടല്ലേ, ഇത്രയും ശമ്പളം വേണ്ട എന്ന് പറയാനല്ല സമരം, വീണ്ടും കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ജീവനക്കാരുടെ 19% DA കുടിശ്ശികയുണ്ട്. DA എന്ന് പറഞ്ഞാൽ ക്ഷാമബത്ത എന്ന് പറഞ്ഞാൽ വില നിലവാരം അനുസരിച്ച് അവർക്ക് കൊടുക്കുന്ന ശമ്പളത്തിന് കൊടുക്കുന്ന ഒരു ബൂസ്റ്റാണത്. അത് 19% തവണയായിട്ടുള്ളത് മുടങ്ങിക്കിടക്കുകയാണ്. കൂടാതെ കേരളത്തിലെ ജീവനക്കാർക്ക് വേറൊരു ആനുകൂല്യമുണ്ട്. 12 മാസം ജോലി ചെയ്താൽ 13 ശമ്പളമാണ് കിട്ടുന്നത്. ഏൺഡ് ലീവ് സറണ്ടർ എന്ന് പറഞ്ഞ് 1 മാസത്തെ ശമ്പളം കൊടുക്കും. അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്. അത് ഇപ്പോൾ 5 തവണയായിട്ട് മുടങ്ങിക്കിടക്കുക. 5 വർഷമായിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അവർക്ക് ആ പേരും പറഞ്ഞ് സമരം ചെയ്യാം. ഗവൺമെൻറ് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? പക്ഷേ ഈ കറങ്ങാൻ പോകാനും ഈ അമേരിക്കയിലൊക്കെ പോകാനും ഇന്തോനേഷ്യ, ദുബായ് ഇതൊക്കെ സന്ദർശിക്കാനുള്ള സാമ്പത്തികം ഇതാരാ സാർ കൊടുക്കുന്നത്? കേന്ദ്രത്തിൽ നിന്ന്. ഇത് ഇങ്ങനെ പറയുമ്പോഴും പിന്നെ ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ടല്ലോ, പാലം പണി നടക്കുന്നുണ്ടല്ലോ, പള്ളിക്കൂടം പുതുക്കി പണിയുന്നുണ്ട്, ആശുപത്രികളിലും എല്ലാ സർക്കാരിൻ്റെ ആർഭാടങ്ങൾക്കും പുതിയ നിയമനങ്ങൾക്കും ഒന്നും ഒരു കുറവില്ല. മുൻ ധനകാര്യമന്ത്രിയെ ഇപ്പോൾ ഒരു പദവിയിൽ വെച്ചു. അദ്ദേഹത്തിന് കാറും അലവൻസും എല്ലാം കൊടുക്കണമല്ലോ. ഇതിനൊന്നും കുറവ് വരുന്നില്ല. ഇത് എവിടെ നിന്ന് വരുന്നു? ഇതാണ് കേന്ദ്ര ഫണ്ട് ഉപയോഗിക്കുന്നത്. കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറയുമ്പോഴും കേന്ദ്രത്തിൽ നിന്ന് പല ഹെഡിൽ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന്, ഹൈവേയുടെ വികസനത്തിന് മാത്രമല്ല, ഫിഷറീസ് മത്സ്യബന്ധന മേഖലയിലെ റോഡുകളുടെ വികസനത്തിന്, പിന്നെ പട്ടികജാതി പട്ടികവർഗ കോളനികളിലേക്കുള്ള റോഡുകളുടെ വികസനത്തിന്, സ്കൂളുകളുടെ നടത്തിപ്പിന്, ഉന്നത വിദ്യാഭ്യാസ മണ്ഡലത്തിലേക്ക്, ആരോഗ്യ പ്രവർത്തനത്തിന്, ഇതിനെല്ലാം കേന്ദ്രത്തിൽ നിന്ന് പലതരത്തിലുള്ള ധനസഹായമുണ്ട്. ഇതെല്ലാം കേന്ദ്ര ഫണ്ട് കൊണ്ടാണ് നിർവഹിക്കുന്നത്. കേരളത്തിൽ നിന്ന് കിട്ടുന്ന പൈസ മുഴുവനും എടുത്തിട്ട് ചിലവാക്കുന്നത് ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും തികയാത്തതിന് ബാക്കിയും കൂടെ കേന്ദ്രത്തിൽ നിന്ന് മേടിച്ചിട്ട് തികച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ കടമെടുക്കുന്നതിൻ്റെ പലിശയും കൂടെ കൊടുക്കണം. ഇപ്പം പലിശ തന്നെ വലിയൊരു ബാധ്യതയാണ്. ഈ ഒരു ധനകാര്യ വിദഗ്ധൻ ഈ അടുത്ത് പറഞ്ഞത്, ഇപ്പോൾ ജനിക്കാൻ പോകുന്ന ഓരോ കുട്ടിയും 1.5 ലക്ഷം രൂപയുടെ കടക്കാരനായിട്ടാണ് ജനിക്കുന്നത് കേരളത്തിൽ. അതാണ് കടത്തിൻ്റെ ബാധ്യത. അത്രയേറെ പൊതു കടം എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംസ്ഥാനം സാമ്പത്തിക ക്രമക്കേടുകൾ കൊണ്ടും സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്നതിലുള്ള പരിമിതമായ അറിവ്, പിടിപ്പുകേട് കൊണ്ടും, കൃത്യമായി പറഞ്ഞ പിടിപ്പുകേട് കൊണ്ടും ഈ ഗവൺമെൻറ് നിലനിൽക്കാൻ യാതൊരു അർഹതയുമില്ല. ഇനിയൊരു ഗവൺമെൻറ് വരാൻ ഉള്ള ചാൻസ് പോലും ഇവർ തകർത്തിരിക്കുക. കാരണം അത്രയേറെ ബാധ്യതയാണ്. പേടിയായിരിക്കും ഇപ്പോൾ UDF ആയാലും BJP ആയാലും അധികാരത്തിൽ വരുന്നു എന്ന് വിചാരിക്കും ഒരു തിരഞ്ഞെടുപ്പിലൂടെ. ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ വെറുത്തു കുത്തി കൊടുത്താൽ അവർക്ക് ഏറ്റെടുക്കാൻ തന്നെ പേടിയായിരിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ബുദ്ധിയുള്ള കോൺഗ്രസ്സുകാർ ഇപ്പം ജയിക്കണ്ട എന്ന് തീരുമാനിക്കും അടുത്ത തിരഞ്ഞെടുപ്പ്. ഈ പിണറായി വിജയൻ ഒന്നുകൂടെ ഇരിക്കട്ടെ. അങ്ങനെ ജനങ്ങൾ സന്തോഷിക്കേണ്ട. ഇപ്പോൾ ഗവർണർ ഭരണം വന്നാൽ പിണറായി രക്ഷപ്പെട്ടു. അല്ല, രാഷ്ട്രപതി ഭരണം. അതെ, രാഷ്ട്രപതി. ഗവർണർ ഭരണം എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട്ലി രാഷ്ട്രപതി ഭരണം. രാഷ്ട്രപതി ഭരണം വന്നാൽ പിണറായിയും പാർട്ടിയും രക്ഷപ്പെട്ടു. അപ്പോൾ അവരെ സഹായിക്കണമെന്ന് കേന്ദ്രത്തിന് ഇപ്പോൾ ഉദ്ദേശമുണ്ടെങ്കിൽ പെട്ടെന്ന് ഭരണം ആരിഫ് ഖാനെ ഏൽപ്പിക്കുക.
ആ. അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു സാധ്യത ഉദ്ദേശിച്ചുകൊണ്ടാണ് തന്നെ ചോദിച്ചതെങ്കിൽ വരും. പക്ഷേ കേന്ദ്രത്തിന് അത്ര അനുഭവം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവർക്ക് പറയാനൊരു ന്യായമുണ്ട്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്റിനെ ഞങ്ങൾ പിരിച്ചുവിടത്തില്ല. കാരണം ഭയങ്കര ഭൂരിപക്ഷത്തിലല്ലേ, 99 സീറ്റിലാണ് ജയിച്ചത്. അങ്ങനെയുള്ളൊരു ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടാൽ അതിൻ്റെ പഴി പിറ്റേന്ന് കേൾക്കേണ്ടി വരില്ലേ? അതായത് ജനാധിപത്യ ധ്വംസനം. ഇപ്പം തന്നെ ഇല്ലാത്ത കാര്യവും പറഞ്ഞ് ഭരണഘടനയും പൊക്കി പിടിച്ച് രാഹുൽ ഗാന്ധി കൂട്ടരും പാർലമെൻറ്റിൽ എന്തെല്ലാം കൊങ്കവിളികളാണ് നടത്തുന്നത്. അപ്പോൾ ഇതുപോലൊരു കാര്യം കൂടെ ചെയ്താലോ? അതുകൊണ്ട് അവർ മിണ്ടത്തില്ല. അതുകൊണ്ട് സാധ്യതയൊന്നുമില്ല. ഇത് നശിച്ച് നാറി തകരട്ടെ എന്നാണ് അവർ വിചാരിക്കുന്നത്. ഒരു തവണയും കൂടെ പിണറായിക്ക് കിട്ടാനുള്ള സാധ്യതയാണ് അതുകൊണ്ട് കാണുന്നത്. കാരണം കോൺഗ്രസ്സുകാർ തീരുമാനിക്കും ഇത് നമുക്ക് തൽക്കാലം ഈ കുരിശ് മുഴുവൻ എടുത്ത് തലേ വെക്കേണ്ടത്.